എന്തായാലും പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കൺവീനർ പാസ്റ്റർ കെ തോമസ് ചർച്ചയിലുണ്ട്. പാസ്റ്റർ നേരത്തെ ശ്രീ ആർ വി ബാബു ഉൾപ്പെടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഒരു മുസ്ലിം വിഭാഗത്തിന് ബാങ്ക് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ഇളവുകൾ കേരള ഹൈക്കോടതി നൽകിയിട്ടുണ്ടെന്ന്. ഇത്തരം ഇളവ് പെന്തക്കോസ്ത് വിഭാഗത്തിനുണ്ടോ? പ്രത്യേകിച്ചും പലപ്പോഴും പല കവലകളിലും പല ജംഗ്ഷനുകളിലും ഒക്കെ കാണാൻ കഴിയും പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ മൈക്ക് വെച്ചുകൊണ്ട്, അതായത് ഉച്ചഭാഷണി വെച്ച് വചനം പ്രഘോഷിക്കുന്നത്, മതം പ്രഘോഷിക്കുന്ന അത്തരം സംഭവങ്ങളൊക്കെ പലപ്പോഴും അത്തരം കാഴ്ചകൾ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഈ 2026 കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം നടപടികൾ? മാത്രമല്ല, ഈ രാജ്യത്തൊരു നിയമമുണ്ട്. ഈ നിയമം പലപ്പോഴും ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ ഇത്? തന്നെ ശ്രീ ആർ വി ബാബു അവർ ഓർപ്പിച്ചതുപോലെ, ഫാദർ സ്റ്റാബിൻ ഓർപ്പിച്ചതുപോലെ, ഇത് ശബ്ദമലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ഏതെങ്കിലും മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയോ അമ്പലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ശബ്ദമലിനീകരണത്തെ നിയന്ത്രിക്കേണ്ടത്. ശബ്ദം ആരുണ്ടാക്കിയാലും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബാങ്ക് വിളിക്കുന്ന കാര്യം പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു, പരസ്യമായിട്ട് പ്രഘോഷിക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നത് വെടിക്കെട്ട് പോലെയുള്ള ശബ്ദമലിനീകരണങ്ങളും ഇതിനോടൊപ്പം ഉൾപ്പെടുത്തണം. അതായത് പെന്തക്കോസ്തിൻ്റെ ഒരു വീക്ഷണം ഞാൻ പറയാം. ഈ യഥാർത്ഥ ഭക്തി ശബ്ദത്തിൻ്റെ അളവിലല്ല, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിലാണ്. ദൈവം പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി ഉച്ചത്തിൽ ലൗഡ് സ്പീക്കറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ശക്തി ഒരിക്കലും അത് ശബ്ദത്തിൻ്റെ തീവ്രതയിലല്ലല്ലോ, അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം, മറ്റുള്ളവരുടെ അവകാശത്തെ കൂടെ ഈ കാര്യത്തിൻ്റെ അകത്ത് നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അതായത് ഓരോ വ്യക്തിക്കും സമാധാനപരമായിട്ട് ജീവിക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് അവകാശമുണ്ട്. അതിൻ്റെ അകത്ത് രോഗികളും വയോജനങ്ങളും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, രാത്രിയിൽ ഷിഫ്റ്റ് കഴിഞ്ഞ് ഉറങ്ങുന്ന ആളുകളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇതിൻ്റെ ഇരകളാണ്, ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. പിന്നെ ടോം എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഞങ്ങൾ പരമ്പരാഗതമായിട്ട് സുവിശേഷം പ്രഘോഷിക്കാൻ ഇങ്ങനെ കവലകളിലൊക്കെ നിൽക്കാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫാദറും പറഞ്ഞു, നമ്മുടെ ശ്രീ ആർ വി ബാബു അവർകളൊക്കെ പറയാനിടയായി, അനുവദിക്കുന്നത് 55 ഡെസിബിലാണ് അല്ലെങ്കിൽ 60 ഡെസിബിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സംസാരം ഒരു ഡെസിബിൾ മീറ്റർ വെച്ച് നമ്മൾ ശരിക്കും അത് മെൻഷൻ ചെയ്താൽ, ഈ ചിലപ്പോൾ ഞാനൊക്കെ സംസാരിക്കുമ്പോൾ ചില അവസരങ്ങളിൽ അത് 60 ഡെസിബിളിന് മേലോട്ട് വരാറുണ്ട്. പിന്നെ ഉച്ചഭാഷയിൽ കൂടെ അത് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഡെസിബിലൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ശരിക്കും അതിനെക്കുറിച്ച്, ഈ സൗണ്ട് സിസ്റ്റത്തെക്കുറിച്ചും അതിൻ്റെ സ്റ്റീരിയോഫോണിക് സംവിധാനത്തെക്കുറിച്ചും തിരിച്ചറിയാവുന്നവർ കുറച്ചുകൂടെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ ഇപ്പോൾ അതായത് ഇന്ത്യയിൽ എല്ലാ മതവിഭാഗങ്ങളും തുല്യരാണ്. ഇപ്പോൾ പെന്തക്കോസ്തുകാർ കവലയിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചാലും, പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടി അത് ഉപയോഗിച്ചാലും, ബാങ്ക് വിളിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചാലും, അതുപോലെ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചാലും, ഇതെല്ലാം അത് ശബ്ദമലിനീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാനായിട്ട് ഭരണഘടന ഞങ്ങൾക്ക് അനുവാദം തരുന്നുണ്ട്. അതായത് ഞങ്ങളുടെ വിശ്വാസം ഒരു ദൈവം, ഒരു മാതാപിതാക്കൾ, സൂര്യൻ്റെ കീഴെ ഒരു സൃഷ്ടിതാവ്, ആ സൃഷ്ടിതാവ് ഒരേ ഒരുവൻ,
ആ സൃഷ്ടിതാവ് ജഡാവതാരം ചെയ്ത് വന്ന അത്ഭുത സംഭവമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയിൽ അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു ജനിച്ചു. ഈ ഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ ചെയ്ത് അതിന് 33.5 വർഷം ജീവിച്ചു. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തീർച്ചയായും പാസ്റ്റർ കെ എ തോമസ് അങ്ങ് സൂചിപ്പിച്ചു, ഈ രാജ്യത്ത് ഒരു വ്യക്തിക്ക് ഏതു മതത്തിൽ വിശ്വസിക്കാനും പ്രഘോഷിക്കാനും ഒക്കെ അവകാശമുണ്ട്. പക്ഷെ ഇതേ രീതിയിൽ പരസ്യമായി അത് മൈക്കും കെട്ടിവെച്ച് മതപ്രഭാഷണം നടത്തുമ്പോൾ അത് മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് അസ്വസ്ഥത ഉണ്ടാവില്ലേ? കാരണം ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രം, അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഈ രീതിയിൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ ആയിക്കൂടാ എന്നല്ലേ സ്വാഭാവികമായും മറ്റുള്ളവർ ചിന്തിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റു സാധാരണക്കാരായ ജനങ്ങൾക്ക്, അങ്ങ് തന്നെ സൂചിപ്പിച്ചു, ഇവിടെ കൊച്ചുകുട്ടികൾ മുതൽ വിദ്യാർത്ഥികൾ മുതൽ വയോധികർ മുതൽ അവർക്കൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ട് പോലും ഉണ്ട്. കാരണം അനാവശ്യമായ ഈ ശബ്ദ മലിനീകരണം അല്ലെങ്കിൽ ശബ്ദം പലപ്പോഴും സാധാരണ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെ തകർക്കുമെന്ന് അത് ശാസ്ത്രീയമായിട്ടുള്ള പഠനം തന്നെയാണ്. അതെ, അനാവശ്യമായ ശബ്ദമുണ്ടാക്കുന്ന സംവിധാനങ്ങളോട് അല്ലെങ്കിൽ ആ പ്രവണതയോട് യോജിപ്പുള്ള ഒരാളല്ല ഞാനും. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന സെന്റൻസ് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാനൊന്ന് പൂർത്തീകരിക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു മാറ്റം വേണ്ടേ? കാരണം പെന്തക്കോസ്ത് വിഭാഗം ഉൾപ്പെടെയുള്ള നിങ്ങൾ പാസ്റ്റർമാർ അടക്കം ഈ രീതിയിൽ ഈ കവലകളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഇങ്ങനെ പ്രഘോഷണം നടത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ ആകുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പരമ്പരാഗതമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായി പിന്തുടർന്നു വരുന്ന ആ ഒരു സംസ്കാരത്തിനൊക്കെ ഒരു മാറ്റം വരേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും നമുക്ക് ഭരണഘടന അനുവാദം തരാത്ത ഒരു കാര്യവും പെന്തക്കോസ്ത് സഭ ഇവിടെ ചെയ്യുന്നില്ല, ചെയ്യത്തുമില്ല. എപ്പോഴും ഇവിടെ നിങ്ങൾ മറ്റേത് സംവിധാനങ്ങളെ നിങ്ങൾ നോക്കിക്കോ, പെന്തക്കോസ്ത് സഭയും പെന്തക്കോസ്തിലെ വിശ്വാസ സമൂഹവും ഇവിടുത്തെ നിയമങ്ങളെ അനുസരിക്കുന്നത് പോലെ, ഞാനങ്ങനെ പറയുന്നതിൻ്റെ അകത്ത് ഞാനൊരു ഇതായിട്ട് പറയുകയല്ല, ഒരു വിഭാഗത്തെ എടുത്ത് കാണിക്കാൻ വേണ്ടി പറയുകയല്ല, കഴിവതും അതിൻ്റെ നിയമങ്ങളുമായിട്ട് അതിൻ്റെ ഭരണഘടനയെ മാനിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പണ്ട് ഞങ്ങളുടെ ആരാധനാലയങ്ങളൊക്കെ ഓപ്പണായിട്ട് ഇങ്ങനെ ഉച്ചഭാഷണിയൊക്കെ വെച്ച് പ്രവർത്തിപ്പിച്ച് ആരാധന നടക്കുമായിരുന്നു. പക്ഷേ ഇന്ന് കഴിവും ഉള്ള സഭകളെല്ലാം അത് സൗണ്ട് പ്രൂഫാക്കുകയാണ്. അവർ ചർച്ചിൻ്റെ അകത്തുള്ള പ്രാർത്ഥന പുറത്തോട്ട് കേൾക്കണ്ട, മറ്റുള്ളവർക്കത് അരോചകമാകണ്ട എന്ന് വിചാരിച്ച് സംവിധാനങ്ങൾ ഉണ്ടാക്കി ശബ്ദമലിനീകരണം ഒഴിവാക്കാൻ വേണ്ടി അത് വളരെ പണം ചെലവാക്കി സൗണ്ട് പ്രൂഫാക്കി മറ്റുള്ളവരെ തീർച്ചയായിട്ടും അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ ആർക്കും ഒരു ദോഷമാകരുതെന്ന് കരുതി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളും പ്രവർത്തനങ്ങളും ഇന്ന് ഞങ്ങൾക്കുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരിക്കലും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് അത് പോകുവാനും ഞങ്ങൾ ആഗ്രഹിക്കാത്തവരാണ്. യെസ്, അങ്ങേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.